തേനി ദേശീയപാത വികസന പദ്ധതിക്ക് അന്തിമ അംഗീകാരം. ആദ്യ റീച്ചിന്റെ വികസനത്തിന് 1663.15 കോടിയുടെ ഭരണ സാങ്കേതിക അനുമതിയാണ് നൽകിയിരിക്കുന്നത്. കൊല്ലം കടവൂർ ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് വരെയുള്ള 54.37 കിലോമീറ്ററാണ് ആദ്യ റീച്ച്. പദ്ധതിയുടെ ഭാഗമായി 689.20 കോടി രൂപ സിവിൽ പ്രവർത്തികൾക്കായും ഭൂമി ഏറ്റെടുക്കലിനും അനുബന്ധ നടപടികൾക്കുമായി 331.64 കോടി രൂപയും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനും നഷ്ടപരിഹാരത്തിനുമായി 394.19 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മാതൃകയിൽ 24 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ 20 മീറ്റർ വീതിയുള്ള 4 വരി ദേശീയപാതയായാണ് ഈ ഭാഗം വികസിപ്പിക്കുന്നത്. 3 വലിയ പാലങ്ങൾ, 6 ചെറിയ പാലങ്ങൾ, 103 കലുങ്കുകൾ, 1 റെയിൽവേ മേൽപ്പാലം, 2 വാഹന അടിപ്പാതകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമാകും. യാത്രക്കാരുടെ സൗകര്യത്തിനായി 48 ബസ് ബേകളും 88.81 കിലോമീറ്റർ നീളത്തിൽ ആധുനിക ഡ്രെയിനേജ് സംവിധാനവും ഒരുക്കും. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ക്രാഷ് ബാരിയറുകൾ, ആധുനിക സൈൻ ബോർഡുകൾ, സോളാർ LED, ബ്ലിങ്കറുകൾ, മീഡിയം മാസ്റ്റ് ലൈറ്റുകൾ, ഹൈ മാസ്റ്റ് ലൈറ്റുകൾ എന്നിവയും സ്ഥാപിക്കും. കൊല്ലം ബൈപ്പാസ്, മുക്കട, പേരയം, കുണ്ടറ, ചിറ്റുമല, ഭരണിക്കാവ്, ചക്കുവള്ളി, ചാരുമൂട്, കോട്ടമുക്ക്, നാലുമുക്ക്, മാങ്കാങ്കുഴി, കൊല്ലകടവ്, പെണ്ണുക്കര, ആഞ്ഞിലിമൂട് തുടങ്ങി 16 പ്രധാന ജംഗ്ഷനുകൾ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തും. ചിറ്റുമല, മൂന്നുമുക്ക്, കടപുഴ, പുന്നമൂട്, ഊക്കൻമുക്ക്, ശൂരനാട്, തെക്കേമുറി, കണ്ണമം, ആനയടി, വയ്യാങ്കര, ചാവടി, ഗുരുനാഥൻകുളങ്ങര, ചുനക്കര, കോടുകുളഞ്ഞി, പണിപ്പുരപ്പടി എന്നിവയുൾപ്പെടെ 18 ചെറു ജംഗ്ഷനുകളും നവീകരിക്കും. കൊല്ലം തേനി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ 1600 കോടിയിലധികം രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, ഉത്തരവ് വന്നിട്ടുണ്ട്. ദേശീയപാതകളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ആ വലിയ പിന്തുണയുണ്ട്. അതാണ് നമ്മുടെ ജില്ലയിൽ രണ്ടാമത്തെ ഹൈവേയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ വലിയ ഒരു വഴിത്തിരിവായി മാറും. ആ തുക അനുവദിക്കുകയും അവരുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേഗത കൂട്ടുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൊല്ലം, കുണ്ടറ, കുന്നത്തൂർ, ഭരണിക്കാവ്, ചാരുമൂട്, ചെങ്ങന്നൂർ മേഖലകളിലെ യാത്രാസമയം ഗണ്യമായി കുറയും. ചരക്ക് ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാകും. വ്യാപാര, വ്യവസായ, കാർഷിക, വിനോദസഞ്ചാര മേഖലകൾക്ക് പുതിയ സാധ്യതകൾ തുറന്നു കിട്ടും. ദീർഘകാലമായി വികസനത്തിന്റെ കാത്തിരിപ്പിലായിരുന്ന മധ്യ തിരുവിതാംകൂർ മേഖലയ്ക്ക് ഇത് വലിയ ഉത്തേജനമാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.